കൊള്ളാം. രണ്ടമ്മമാരും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒത്തൊരുമയോട് അകത്തേക്ക് പോയി. എന്റെ ഭസ്മത്തെ നീ അതിജീവിച്ചു. എന്നാൽ ഞാൻ കൊണ്ടുവന്ന പനിനീരിനെ നീ അതിജീവിക്കില്ല മോളെ. ഞാനിവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞാൽ നീ മറയും ഈ ഭൂമിയിൽ നിന്ന്. ഭസ്മം നിന്റെ മുഖത്തിട്ട ശേഷം പല പല കുഴപ്പങ്ങളുമുണ്ടായി. എനിക്ക് മാത്രമല്ല, എന്നെ പറഞ്ഞയച്ചവർക്കെല്ലാം. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇന്ന് എനിക്കറിയണം. രണ്ടിലൊന്നറിയാൻ തന്നെയാ ഞാൻ വന്നത്. ഇത് നിന്റെ മുഖത്ത് വീണു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാഴിക മാത്രമേ ഇപ്പൊ പോയ രണ്ടമ്മമാർക്കും നിന്നെ ജീവനോടെ കാണാൻ കഴിയൂ. നീ ഗ്രഹണം ബാധിച്ച സമയത്താ ജനിച്ചത്. അതുകൊണ്ട് നിന്റെ വിധി ദൈവങ്ങൾക്ക് പോലും തടുക്കാൻ കഴിയില്ല. എടാ പ്രതാപ, വീണ്ടും അവനെ തന്നെ പറഞ്ഞു വിടണ്ടായിരുന്നടാ. നമ്മൾ കൊടുത്ത പൈസ എങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ? അവൻ നേരത്തെ പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. എന്നൊന്നും പറയണ്ട, ചെറിയൊരു ഗുണം ഉണ്ടായി. എന്ത്? അതുകൊണ്ടാ ഇപ്പൊ അവന് പോകാൻ പറ്റിയത്. അവിടെ ഇതുവരെ അവനെ ആരും സംശയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ അവൻ എന്തെങ്കിലും ഫലം കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. എടാ, വേറൊന്നും കൊണ്ടല്ലടാ. നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ ആ കൊച്ച് സാത്താൻ കൂടിയ കൊച്ചാണെങ്കിൽ വീണ്ടും നമ്മള് ചൊറിഞ്ഞു മരിക്കും. അത് നടക്കരുത്. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ, നമുക്ക് മാത്രമല്ല അവസ്ഥ ഉണ്ടായത്. ആ കള്ള സന്യാസിയും അവനെ വിട്ടവനും ഒക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നെട്ടോട്ട് ഓടുമായിരുന്നു. അത് മറക്കരുത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്ക, ഓണോ വരുന്നത്. ഈ ഓണത്തിന് സങ്കടത്തോടെ മൂടിക്കെട്ടിയ മുഖമായിട്ട് നമ്മുടെ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കരുത്. കഴിഞ്ഞ ഓണത്തിന് മുന്നേ ഉള്ള ഓണം നമ്മുടെ കൂടെയായിരുന്നു മോള്. നമ്മുടെ മോള് മാത്രമല്ല, ലക്ഷ്മി. അന്ന് ഓണത്തിന് ഒരു ഊഞ്ഞാലിട്ട് കഴിഞ്ഞ നമ്മുടെ മോള് ഊഞ്ഞാലിലിരിക്കും, ലക്ഷ്മി അവളെ ആട്ടും. അതായിരുന്നു ഈ വീട്ടിലെ രീതി. ഇപ്പോഴും ആട്ടുന്നുണ്ട് ലക്ഷ്മി കർണമോളെ. ഊഞ്ഞാലിലല്ല, അവളുടെ മുഖത്തിനിട്ട്. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അമ്മേ. ഞാൻ ഓർമ്മിച്ചില്ലെങ്കിലും അതൊക്കെ നിനക്ക് നല്ല ഓർമ്മ കാണുമല്ലോ. ഉത്രാട രാത്രിയിലെ മോള് കമ്പിത്തിരി കത്തിക്കുമ്പോ എത്ര തവണയാ അത് ലക്ഷ്മിയുടെ ദേഹത്ത് വെച്ച് പൊള്ളിച്ചിട്ടുള്ളത്. തീപ്പൊള്ളലേറ്റ് നിലവിളിക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് അവളുടെ അമ്മ ഇവിടെ കിടന്ന് ചാടിയിട്ടില്ലേ? ചാടാനേ പറ്റൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലമായിരുന്നു അത്. ഇനി അങ്ങനെ ഒരു കാലം നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ പ്രതാപ? ഉണ്ടാവാൻ വേണ്ടി അമ്മേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും ഉണ്ടാവത്തില്ല. ലക്ഷ്മിയെ ഇപ്പൊ കോടീശ്വരിയ. കണ്ണന് ലക്ഷ്മിയൊക്കെ കൊടുക്കുന്ന നക്കാപ്പീച്ച കൊണ്ടാ ഉണ്ണി നമ്മുടെ മോളും ഉൾപ്പെടെയുള്ളവരെ ആ വീട്ടിനകത്ത് കഴിയുന്നത്. അതിനിടയ്ക്കാ ദുർഗ മറുകണ്ഠം ചാടിയത്. ആദ്യം ദുർഗ കണ്ണനോടും ലക്ഷ്മിയോടും സ്നേഹം കാണിച്ചപ്പോ ഞാൻ കരുതിയത് അവരുടെ അഭിനയമായിരിക്കുന്ന. നീയും ആ വാമനും കൂടെ കൊന്നതേ അവളുടെ കെട്ടിയോനെയാ. പിന്നെ എങ്ങനെയാടാ അത് അഭിനയമാകുന്നത്? അതെന്തെങ്കിലും ആവട്ടെ അമ്മേ. ഇപ്പൊ ആ കള്ളസ്വാമി കാര്യം സാധിച്ചിട്ട് നമ്മളെ വിളിക്കും. ഇത്തവണ അവൻ ഭസ്മവുമായിട്ടല്ല പനിനീരുമായിട്ടാ പോയിരിക്കുന്നത്. കഴുത്തിൽ കറുത്ത മറുകുള്ള കൊച്ചിന്റെ മുഖത്ത് തളിക്കാൻ. അതോടെ ലക്ഷ്മി മാറത്തടിച്ച് കരയുന്നത് കാണാം നമ്മുടെ കുഞ്ഞിന്.